വർഗീയതയില്ല. ഇല്ല ബാല, നിനക്ക് വായു തന്ന റബ്ബ് അതാണടോ എന്റെയും റബ്ബ്. എത്ര ശ്രേയസ്കരം, എത്ര ഉന്നതം. ഇത് പറയാ മുജാഹിദുകൾ ചെയ്യുന്നത്. ഇത് പറയുകയാണ് മുജാഹിദുകൾ ഇവിടെ ചെയ്യുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം. ഈ പോയിന്റാണ് മുജാഹിദുകൾ പറയും. യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, അഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. ആയത്ത് നോക്കിയേ, 2-ാം അധ്യായം 21-ാമത്തെ വചനം. മനുഷ്യരെ, ഒരു വിളിയാണ്. എന്നിട്ട് പറയാണെന്ത്? നിങ്ങളെ സൃഷ്ടിച്ച ദൈവത്തെ ആരാധിക്കുക. എന്തൊരു പെർഫെക്റ്റായ പ്രയോഗം. ഓർപ്പിക്ക്. ഒരു സുരേന്ദ്രൻ ചിന്തിക്കേണ്ടത്, എന്നെ ആരാ സൃഷ്ടിച്ചത്? രാമനല്ല എന്ന് ഉറപ്പാണ്, മുഹമ്മദ് നബി അല്ല എന്ന് ഉറപ്പാണ്, ഒരു മനുഷ്യനും അല്ല എന്ന് ഉറപ്പാണ്. എന്നെ സൃഷ്ടിച്ച ദൈവമാണ്. എങ്കിൽ ആ ദൈവത്തെ ആരാധിക്കും. ഗുരുവായൂരപ്പൻ സൃഷ്ടിച്ച ഒരു ഈച്ച പോലും ദുനിയാവിലില്ല. ഇല്ല. ഉള്ളാളം തങ്ങൾ സൃഷ്ടിച്ച ഒന്നും ഈ ഭൂമിയിലില്ല. മൊയ്തീൻ ഷെയ്ഖ് സൃഷ്ടിച്ച ഒന്നുമില്ല. ലം യഖ്ലുഖൂ ദുബാബ, ലം യഖ്ലുഖൂ ദുബാബ. 22-ാം അധ്യായം സൂറത്ത് ഹജ്ജ്. ആലോചിച്ചേ, അല്ലാഹു പറയാൻ, ഒരു ഈച്ചയെപ്പോലും അവർ സൃഷ്ടിച്ചിട്ടില്ല. ശരിയല്ലേ? ശരിയല്ലേ? ഈ പ്രസംഗം കേൾക്കുന്നവരോട് ശരിയല്ലേ? നാളെ ഈ പ്രസംഗം കേൾക്കാൻ അവസരമുണ്ടാകുന്നവരോട് ശരിയല്ലേ? അല്ലാഹു സൃഷ്ടിക്കാത്ത മനുഷ്യർ സൃഷ്ടിച്ച എന്തെങ്കിലും ഇവിടെ ഉണ്ടോ? എന്തെങ്കിലും ഇല്ല. എങ്കിൽ ആ സൃഷ്ടാവിനെയല്ലേ ആരാധിക്കേണ്ടത്? ഇത് ബുദ്ധിയല്ലേ? ഇതല്ലേ ബുദ്ധി? മാധവന്റെ വീട്ടിലേക്ക് കയറി ചെല്ലുന്നു അബ്ദുസ്സലാം, മാധവന്റെ വീട്ടിലേക്ക് കയറി ചെല്ലുന്നു അബ്ദുള്ള. എന്നിട്ട് അവരോട് പറയാൻ, മാധവേട്ട, ഞങ്ങൾ നിങ്ങളെ ദൈവത്തിലേക്ക് ക്ഷണിക്കാൻ വന്നതാണ്. മാധവേട്ടൻ ചോദിച്ചു, മോനെ അബ്ദുള്ള, ഏതാ നിന്റെ ദൈവം? അപ്പൊ പറയും, മാധവേട്ട, നിങ്ങൾക്ക് വായു നൽകിയ, എനിക്ക് വായു നൽകിയ, മഴ ചൊരിയുന്ന, ആകാശഭൂമികളെ സംവിധാനിച്ച നമ്മുടെ ദൈവമാണ് മാധവേട്ട. എത്ര ശ്രേയസ്കരം, എത്ര ഉത്കൃഷ്ടം അല്ലേ? ഏകം സത് ബഹുധാ വിപ്രവദന്തി യോ ദേവാനാം നാമധ ഏകേവ ഓം സദേ സമസ്തേ സർവലോകാശ്രയായ. സർവലോകങ്ങൾക്കും സർവഭൂഖണ്ഡങ്ങൾക്കും ആശ്രയിക്കാൻ പറ്റിയ ഏകനായ ദൈവം. ത്വമേകം ശരണ്യം ത്വമേകം വരണ്യം ത്വമേകം ജഗത് കാരണം വിശ്വരൂപം ത്വമേകം ജഗത്കർത്തൃ പാതൃപ്രകർത്രേ ത്വമേകം പരം നിശ്ചലം നിർവികൽപ്പം. എന്താ പറയുന്നത്? എന്റെ പ്രാർത്ഥനകളകിലവും ഏകനായ ദൈവത്തോടാണ്. എന്റെ ശരണം വിളികളധികവും എല്ലാം ഏകനായ ദൈവത്തോടാണ്. അവനാരാ? ത്വമേകം ജഗത് കാരണം വിശ്വരൂപം. ഈ ആകാശഭൂമികളെ, സപ്താകാശത്തെ, സപ്തഭൂമിയെ, സപ്തസാഗരങ്ങളെ എല്ലാം സൃഷ്ടിച്ച ഈ ലോകത്തിന്റെ സൃഷ്ടാവേ, ഞാൻ നിന്നെ മാത്രം ആരാധിക്കുന്നു എന്ന് മഹാനിർവഹണ സ്തോത്രത്തിൽ പറയുന്നു. അതുകൊണ്ട് ഇവിടെ ഒറ്റ ആശയം. എല്ലാരും ഏത്? നിങ്ങൾ തന്നെ ചിന്തിച്ചേ. ഒരാള് ഗുരുവായൂരപ്പാന്ന് വിളിക്കും. അത് ആർക്ക് പറ്റൂല? അത് ഇയാൾക്ക് പറ്റൂല. അയാൾ പറയുന്നത്, വിശാരിക്കാവില്ലമ്മേ കാത്തോളേ. അതിനപ്പുറത്ത് വേറൊരാള്, ദാ വേളാങ്കണ്ണി മാതാവേ സംരക്ഷിച്ചോളേ. അതിന് തൊട്ടുപുറത്ത് ഉള്ളാള് നിങ്ങളെ നോക്കിക്കൊള്ളേ. അതിന്റെ തൊട്ടുപുറത്ത് വേറൊരാള്. ഈ പ്രാർത്ഥിക്കുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ, മനുഷ്യര്, ഇവരെയും 714 കോടി മനുഷ്യരെയും സൃഷ്ടിച്ച സാക്ഷാൽ മനുഷ്യരുടെ ദൈവമേ ഞങ്ങളെ കാക്കണേ. ഇതിലേതാ മാനവികം? ഇതിലേതാ യഥാർത്ഥ വിശ്വാസം? മനുഷ്യരുടെ ദൈവം. വിശുദ്ധ ഖുർആനിലെ അവസാനത്തെ അധ്യായം, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. പറയുക പ്രവാചക, അഊദു ബിറബ്ബിൻ നാസ്. പറയുക പ്രവാചക, ഞാൻ നോക്കൂ, തേടുക നമ്മള്. മനുഷ്യരുടെ ദൈവമേ, ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. കണ്ടോ? മനുഷ്യരുടെ ദൈവമേ, ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. നോക്കു മക്കളെ, വർഗീയതയില്ലാത്തൊരു വിശ്വാസം. കണ്ടോ? മനുഷ്യരുടെ എന്ന് പറയുമ്പോ തൊട്ടപ്പുറത്തേക്കുന്ന സുരേന്ദ്ര മനുഷ്യരാണ്, തൊട്ടപ്പുറത്തേക്കുന്ന ശ്രീദേവി മനുഷ്യരാണ്. മനുഷ്യരുടെ ദൈവം. നേരെ മറിച്ച് അപ്പുറത്തോ ഉള്ളാളെ നിങ്ങളെ ബനെ തട്ടണേ, വിചാരിക്കാവില്ലമ്മേ ഓനെ ആക്സിഡന്റ് കൊല്ലണേ എന്ന് പറയാനല്ല. അല്ലാഹുവേ, പ്രപഞ്ചത്തിന്റെ നാഥ, ലോകത്തിന്റെ തമ്പുരാനെ. വിശുദ്ധ ഖുർആൻ പറയുന്നു കേട്ടോ. ഖുർആനിലെ 31-ാം അധ്യായം 10-11 വചനങ്ങൾ. ഖലഖസ് സമാവാതി ബിഗൈരി അമദിൻ തറൗനഹാ വഅൽഖാ ഫിൽ അർളി റവാസിയ അൻ തമീദ ബിക്കും വബസ്സ ഫീഹാ മിൻ കുല്ലി ദാബത്തിൻ വഅൻസൽനാ മിനസ് സമാഇ മാഅ ഫഅംബത്നാ ഫീഹാ മിൻ കുല്ലി സൗജിൻ കരീം. എന്താ പറയണറിയോ? മനുഷ്യ, ഒന്ന് ആകാശത്തേക്ക് നോക്ക്. വല്ല തൂണും നീ കാണുന്നുണ്ടോ? ഖുർആന്റെ ഒരു ചോദ്യം. നിന്റെ കണ്ണുകൊണ്ട് വല്ല തൂണും കാണുന്നുണ്ടോ? എങ്കിൽ നിന്റെ കണ്ണുകൊണ്ട് കാണാത്ത തൂണുകളാൽ ആകാശത്തെ നാട്ടി നിർത്തിയവൻ അല്ലാഹ്. അപ്പൊ ഒരു കാര്യം ഉറപ്പായി, ആകാശത്തെ ഉണ്ടാക്കിയവൻ അല്ലാഹ്. അപ്പം മുഹമ്മദ് നബി അല്ല, മൊയ്തീൻ ഷെയ്ഖ് അല്ല, ഉള്ളാളന്തങ്ങളല്ല, യേശുക്രിസ്തു അല്ല, ശ്രീകൃഷ്ണനല്ല, ശ്രീരാമനല്ല.
അമ്മയല്ല, ദേവിയല്ല, ശങ്കറല്ല, അല്ല. കാരണം അവരൊക്കെ ജനിക്കുന്നതിന് മുമ്പ് ആകാശത്തെ നാട്ടി നിർത്തിയ ശക്തിയാര്? ഇതാണ് ഖുർആൻ പറയുന്നത്. ഇതാ ഖുർആൻ പറയുന്നത്. ഇതിനെ എതിർക്കാൻ കഴിയില്ല, ഇതിനെ നിഷേധിക്കാൻ കഴിയില്ല, ഇതിനെ തള്ളിക്കളയാൻ കഴിയില്ല. അടുത്ത ചോദ്യം, ഭൂമി നിങ്ങളെയും കൊണ്ടിളകാതിരിക്കാൻ പർവ്വതങ്ങളെ ആണികളാക്കിയവൻ, ഭൂമി നിങ്ങളെയും കൊണ്ട് ഇളകാതിരിക്കാൻ മൗണ്ടൈൻസിനെ വൽജിബാല ഔതാദ, വൽജിബാല ഔതാദ. ഖുർആൻ 78-ാം അധ്യായം 6-ാമത്തെ വചനം. മൗണ്ടൈൻസ് അല്ലെ, എവറസ്റ്റ് കൊടുമുടി എത്ര മുകളിലേക്കുണ്ടോ അതിനേക്കാൾ ഉപരി താഴോട്ട് വേരുകളുണ്ട് എന്ന് ഖുർആൻ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ്. ആലോചിച്ചേ, ആ ദൈവത്തെ ആരാധിക്കാൻ. എന്നിട്ടൊരു പ്രയോഗം ഖുർആൻ പറയാൻ, നിങ്ങളെ ഇണകളായി സൃഷ്ടിച്ചു, മഴ ചൊരിഞ്ഞു തന്നു, സസ്യജാലങ്ങളെ മുളപ്പിച്ചു. എന്നിട്ട് ഖുർആൻ ഒരു വെല്ലുവിളി, ഹാദാ ഖൽഖുല്ലാഹ് ഫഅറൂനി മാദാ ഖലഖല്ലദീന മിൻ ദൂനിഹി. വല്ലാത്തൊരു വാക്കാ. ഏയ് മനുഷ്യരെ, അല്ലാഹുവിന് പുറമെ നിങ്ങൾ ആരാധിക്കുന്ന ഒരുപാട് ആരാധ്യന്മാരില്ലേ? അവരാരെങ്കിലും ഈ വല്ല വസ്തുക്കളെയും സൃഷ്ടിച്ചിട്ടുണ്ടോ? ഫഅറൂനി, ഞങ്ങൾ എനിക്കൊന്ന് കാണിച്ചേരി. അള്ളാന്റെ മുമ്പിൽ ഇതാ, ഈ ഒട്ടകം ശ്രീരാമൻ സൃഷ്ടിച്ചതാണ്, ഈ ഒട്ടകം മുഹമ്മദ് നബി സൃഷ്ടിച്ചതാണ് സല്ലല്ലാഹു അലൈഹി, ഈ ഒട്ടകം യേശു ക്രിസ്തു സൃഷ്ടിച്ചതാണ്, ഈസാ അലൈഹിസ്സലാം. അങ്ങനെ പറയാൻ ഒന്നുമില്ല. ലം യഖ്ലുഖൂ ദുബാബ, ഒരു ഈച്ചയെ പോലും. മാ യംലികൂന മിൻ കിത്മീർ, ഖുർആനിലെ 35-ാം അധ്യായം 13-ാമത്തെ വചനം. ഒരു ഈത്തപ്പനക്കുരുവിന്റെ, ഈത്തപ്പനക്കുരു കണ്ടിട്ടില്ലേ? ഈത്തപ്പഴത്തിന്റെ കുരു, ആ കുരുവിന്റെ മുകളിൽ ഒരു നേരിയ വെളുത്ത പാടയുണ്ട്. അതുപോലും നിങ്ങൾ ആരാധിക്കുന്നവർ അധീനപ്പെടുത്തിയിട്ടില്ല. ഇല്ല.